أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. നമ്മൾ പറയാൻ പോകുന്നത് മുലാരി ആയ ഫീലുകളെ സർഫാക്കൽ. യഫ്അലു യഫ്അലാനി യഫ്അലൂന, തഫ്അലു തഫ്അലാനി യഫ്അൽന, തഫ്അലു തഫ്അലാനി തഫ്അലൂന, തഫ്അലീന തഫ്അലാനി തഫ്അൽന, അഫ്അലു നഫ്അലു നമ്മൾ മീസാനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്താണ് മുലാരി എന്ന് നമ്മളിവിടെ പറയും. നമുക്കറിയാം, തുടക്കത്തിൽ 4 സായിദയായ അക്ഷരങ്ങൾ അനൈത്തു അത്തൈന എന്നൊക്കെ പറഞ്ഞ പോലെ അതിൽ വരുന്ന 4 അക്ഷരങ്ങൾ തുടക്കത്തിൽ സായിദയായി വരുന്ന ഫീലുകൾക്കാണ് മുലാരിയായ ഫീലുകൾ എന്ന് പറയാം. അതിൽ ഓരോന്നും നമുക്കറിയാം. ഹംസ അത് ഫസ്റ്റ് പേഴ്സൺ, ഞാൻ, ഒരാളാകുമ്പോൾ ഞാൻ, അത് ആണാവാം പെണ്ണാവാം. ഞാൻ എന്ന് ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് മുത്തക്കല്ലിമായിട്ട് പറയുന്ന ഒരാൾ മാത്രമാകുന്ന സമയത്താണ് ഹംസ ഉപയോഗിക്കുക. മൊത്തം 14 രൂപമാണ്. ആ 14 രൂപങ്ങളിൽ ഒന്ന് ഹംസ, ഒറ്റൊന്ന് മാത്രമാണ് ഹംസ വരുന്നത്. പിന്നെ മറ്റൊന്നാണ് നൂന്. നൂനും ഒന്നേ വരുന്നുള്ളൂ, പക്ഷെ അത് മുത്തക്കല്ലിമാണ്. പക്ഷെ അത് ഒന്നിൽ കൂടുതൽ 2 പേരുണ്ട്, അല്ലെങ്കിൽ 2ൽ കൂടുതൽ പേരുണ്ട്, എത്രയാണെങ്കിലും അവർക്ക് ഉപയോഗിക്കുന്ന ഭാഗമാണ് നൂന്. അതിൻ്റെ തുടക്കത്തിൽ നൂനായിരിക്കും. അതും ഒന്നേ ഉണ്ടാവും. ഇപ്പോൾ 1 1 2, ബാക്കി 12 എണ്ണം. അതിൽ 4 എണ്ണം യാ കൊണ്ട് തുടങ്ങുന്നതാണ്. അത് മുദക്കർ തേർഡ് പേഴ്സൺ, മറഞ്ഞു കിടക്കുന്ന ഒരാൾക്ക്. അവൻ, അവർ 2 പേർ, 2 പുരുഷന്മാർ, അവർ കുറേ പുരുഷന്മാർ. ഈ 3 എണ്ണം. യഫ്അലു യഫ്അലാനി യഫ്അലൂന, ഈ 3 എണ്ണവും. പിന്നെ ഒന്ന് തഫ്അലു തഫ്അലാനി യഫ്അൽന, ആ യഫ്അൽന എന്നുള്ളത് അവർ കുറേ സ്ത്രീകൾ. അപ്പോൾ ആ 4 എണ്ണമാണ് 3ഉം പിന്നെ ഈ യഫ്അൽന കൊണ്ട് അവസാനിക്കുന്ന 1, 4. അപ്പോൾ 4 ആയി. ഈ 4 എണ്ണം തുടക്കത്തിൽ യാവ് കൊണ്ടായിരിക്കും. നമ്മൾ പഠിച്ചതാണ്. ബാക്കി 8 എണ്ണം താവ് കൊണ്ടായിരിക്കും തുടക്കം. താവ് മൊത്തത്തിൽ മുഖാത്തബ്, സെക്കൻഡ് പേഴ്സൺ മൊത്തം താവ് കൊണ്ടാണ്. പിന്നെ തേർഡ് പേഴ്സൺ വായിബിൽ നിന്ന് വഹദാൻ മുഅന്നസും തസ്നിയ മുഅന്നസും, അതിനൊക്കും താ ആണ് വരിക. അപ്പം നമുക്ക് ഒരു മുലാരിയായ ഫീല് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ മീനിങ് നമുക്ക് മനസ്സിലാവാൻ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ഈ സർഫാകുന്ന രൂപം മനസ്സിലാക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അഫ്അലു ഞാൻ പ്രവർത്തിക്കും, നഫ്അലു ഞങ്ങൾ പ്രവർത്തിക്കും, യഫ്അലു അവൻ പ്രവർത്തിക്കും, തഫ്അലു അവൾ പ്രവർത്തിക്കും എന്നുണ്ട്, നീ ഒരു പുരുഷൻ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്നും സന്ദർഭങ്ങളിൽ നിന്നും നമുക്കതിൻ്റെ മീനിങ്ങുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. അത് നമ്മൾ ഈ സർഫാക്കുന്ന, ഈ മുലാരിയായ ഫീല് നമ്മൾ സർഫാക്കുന്ന രൂപത്തിൽ നിന്നും നമുക്കത് കിട്ടും. നോക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ റാഫിക? സുഹൈൽ സാറ് നമ്മൾ
നമ്മൾ മീസാനിൽ പറഞ്ഞ ഭാഗം തന്നെ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് വായിക്കാതെ. അമ്മൽ മുലാരിഉ, അപ്പോൾ മുലാരിഉ, ഫഹുവ, അത് മാ ഒരു ഫീലാണ്, കാന അവ്വലുഹു, അതിൻ്റെ ആ ഫീലിൻ്റെ തുടക്കമായിരിക്കുന്നു, യഹ്ദ ഒന്നായിരിക്കുന്നു, അസ്സവാഇദിൽ അർബഇ, 4 സായിദയായ അക്ഷരങ്ങളിൽ ഒന്നായിരിക്കുന്നു. ഏതാ 4 സായിദയായ അക്ഷരങ്ങൾ? വഹിയൽ ഹംസത്തു വന്നൂനു വത്താഉ വൽ യാഉ, ഹംസയും നൂനും താവും യാവുമാണ്. വയജ്മഉഹ, ഈ 4 അക്ഷരങ്ങളെ ഒരുമിച്ച് കൂട്ടും. ഖൗലുക, നിന്റെ വാക്ക്, അനൈത്ത ഔ അതൈന ഔ നഅതി, ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ട്, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അനൈത്ത ഹംസ നൂന് യാ താ, അതൈന ഹംസ താ യാ നൂൻ, ഔ നഅതി നൂന് ഹംസ താ യാ. ഇങ്ങനെ നമുക്ക് ഈ 4 അക്ഷരങ്ങൾ സായിദയായ രൂപം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, സായിദയായ രൂപത്തിൽ, അസ്ലിയായതല്ല, സായിദയായ രൂപത്തിൽ ഒരു ഫിഅലിൻ്റെ തുടക്കത്തിൽ വരുന്നുണ്ട് എങ്കിൽ അത്തരം ഫിഅലുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് മുളാരിയായ ഫിഅലുകൾ. ഓക്കെ ആണോ? അത് ക്ലിയർ ആണോ അഫ്സലെ? സുഹൈൽ സാർ പറ. അനൈത്ത, അന, അത്തൈന എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്, അവർ വന്നു. നെത്തി, ഞങ്ങൾ വരും എന്നൊക്കെ അർത്ഥമുണ്ട്. അനൈത്ത എന്നൊക്കെ നമുക്ക് നോക്കണം, അന എന്ന് പറഞ്ഞൊരു ഫീല്. അതെ അതെ അതെ, അത്ത, അത്ത ബി എന്ന് പറയുമ്പോൾ കൊണ്ടുവരാൻ അർത്ഥം. ആ, ഞങ്ങൾ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ. അത്തൈന എന്ന് പറഞ്ഞാൽ അവർ കുറെ സ്ത്രീകൾ വന്നു, അത്തൈന എന്ന് പറയുമ്പോൾ. അനൈത്ത എന്ന് പറയുമ്പോൾ അർത്ഥം നീ വിദൂരത്തായി എന്ന്, അങ്ങനെ എന്തോ. അത് നഅയ്തു എന്നാണ്. ചില നഅയ്തു എന്നും ചില കിതാബിൽ കൊടുക്കാറുണ്ട്. ഈ അനൈത്ത നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഏതായാലും ആ 4 സായിദയായ അക്ഷരങ്ങൾ തുടക്കത്തിൽ വരുന്ന ഭാഗത്തിനാണ് സായിദയായിട്ട് തന്നെ വരണം. അപ്പോൾ അക്കല, അത് അസ്ലിയായ അക്ഷരമാണ്, അത് മുളാരിയല്ല. നസറ അസ്ലിയായതാണ്, മുളാരിയല്ല. തഇബ എന്താണ്? മുളാരിയല്ല, അത് അസ്ലിയായ ത ആണ്. അതുപോലെ യസറ, അതും മുളാരിയല്ല, അസ്ലിയായ. ഇങ്ങനെ അസ്ലിയായ അക്ഷരം അല്ലാതെ സായിദയായ അക്ഷരം. അപ്പോൾ അതിൻ്റെ എന്താന്ന് വെച്ചാൽ അസ്ലിയായ മീനിങ്ങിലേക്ക് അത് ബാധിക്കൂല, മീനിങ്ങിൽ അത് ഒരു ചേർച്ച ഉണ്ടാവില്ല. അങ്ങനെ വരുന്ന ഫിഅലുകൾക്കാണ് എന്തെന്ന് പറയാം? മുളാരിയായ ഫിഅൽ എന്ന് പറയാം. നമ്മളിപ്പോൾ പറഞ്ഞതിന് അതിൻ്റെ അറബിയാണ് പറയാൻ പോകുന്നത്. ഫൽ ഹംസത്തു, അപ്പോൾ ഹംസ, ലിൽ മുത്തക്കല്ലിമി, അത് സംസാരിക്കുന്നവനുള്ളതാണ്, ഫസ്റ്റ് പേഴ്സൺ ഉള്ളതാണ്. വഹദഹു, അവൻ തന്നെ ഏകനായ അവസ്ഥയിൽ, ഒറ്റ ആളാണ്, ഏകനായ മുത്തക്കല്ലിമിനിക്കുള്ളതാണ്. അതാണു ആവോ പെണ്ണു ആവാം. വന്നൂനു, നൂനും ലഹു അതിനുള്ള തന്നെയാണ്. ഇതിന് മുത്തകല്ലിമിനുള്ള, ലഹു എന്ന് പറഞ്ഞാൽ ഹു ആണ് അതിന്, അത് പറഞ്ഞാൽ മുത്തകല്ലിമിനുള്ള തന്നെയാണ്. ഇതാ കാന മഅഹു, ആ മുത്തകല്ലിമിനോട് കൂടെ ഉണ്ടായാൽ, വൈറുഹു മറ്റൊരാൾ, അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുണ്ടായാൽ അത് നൂന് തുടക്കത്തിൽ. വത്താഉ, താ ഉണ്ടല്ലോ, അലിൽ മുഖാത്തബി, സെക്കൻഡ് പേഴ്സൺ ഉള്ളതാണ്, നീ അഭിസംബോധന ചെയ്യപ്പെടുന്ന വ്യക്തി. അത് മുഫ്രദാവട്ടെ, മുസന്ന ആവട്ടെ, ഔ മജ്മുഅൻ ജം ആവട്ടെ. അപ്പോൾ 3ആയി.
മുതക്കർ അതന്നെ മുതക്കറാവട്ടെ മുഅന്നസൻ. മൂന്ന് രണ്ടാറായി. അപ്പോൾ മുഫ്രദ് മുതക്കർ, മുസന്ന മുതക്കർ, ജംഉ മുതക്കർ, മുഫ്രദ് മുഅന്നസ്, മുസന്ന മുഅന്നസ്, ജംഉ മുഅന്നസ്, ഇങ്ങനെ 6ആയി. അതുപോലെ തന്നെ പിന്നെ എന്തിനുണ്ട് 6? വലിൽ ഗായിബത്തിൽ മുഫ്രദത്തി, മുഫ്രദത്തായ മറഞ്ഞു കിടക്കുന്ന സ്ത്രീക്കും തഫ്അൽ. അപ്പോൾ 6ഉം 1ഉം 7ആയി. വലി മുസന്ന, അതിൻ്റെ മുസന്നക്കും 7ഉം 1ഉം 8. ഇങ്ങനെ 8 എണ്ണമാണ് താവ്. അപ്പോൾ 8ഉം നൂനൊന്നും 9, അംസൊന്നും 10ആയി. ഈ ബാക്കി 4 എണ്ണം ഉണ്ട്. മൊത്തം 14 രൂപങ്ങളാണ്. വൽ യാഉ, യാ ലിൽ ഗായിബിൽ മുദക്കർ, ഗായിബ് മുദക്കർ എന്നുള്ളതാണ്. മുഫ്രദൻ ഔ മുസന്നൻ ഔ മജ്മുഅൻ, അത് ഏകവചനം, ദ്വിവചനം, ബഹുവചനം ഏതാവട്ടെ. യഫ്അലു, യഫ്അലാനി, യഫ്അലൂന. അതോടൊപ്പം തന്നെ എന്തിനുള്ളതും കൂടിയാണ് വലി ജംഇൽ മുഅന്നസിൽ ഗായിബത്തി, ജമ്മു മുഅന്നസ് ഗായിബത്തിനും ഉള്ളതാണ്. 3 1 4ആയി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി വഹാദ, ഇത് മുലാരിയായ ഫീല് യസുലഹു, അത് പറ്റുന്നതാണ്. ലിൽ ഹാലി, പ്രസൻറ്റിനും പറ്റും. വലിസ്തിഖ്ബാലി, ഫ്യൂച്ചറിനും പറ്റും. 2 മീനിങ് വരും. യഫ്അലു, അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അവൻ പ്രവർത്തിക്കും. ഒന്നാമത് പറഞ്ഞ ഹാലാണ്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ഇപ്പോൾ പ്രസൻ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇസ്തിഖ്ബാൽ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ, ഭാവി കാലം. തഖൂലു യഫ്അലു അൽ ആൻ, ഇപ്പോൾ പ്രവർത്തിക്കുന്നു, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അങ്ങനെയും പറയും. അതിനും ഉപയോഗിച്ചത് യഫ്അലു എന്നാണ്, മുലാരിയാണ്. യുസമ്മ ഹാലൻ, ഇതിന് പേര് പറയും ഹാല്, ഹാദിറൻ, ഹാദിർ എന്ന് പേര് പറയും. പ്രസൻറ്റ് ടെൻസിന് ഹാല് എന്നും പറയും, ഹാദിർ എന്നും പറയും. ഔ യഫ്അലു ഗദൻ, നാളെ പ്രവർത്തിക്കും. അവിടെയും ഉപയോഗിച്ച പദം ഏതാണ്? യഫ്അലു എന്നാണ്. അവിടെ ഉപയോഗിച്ചത് എന്താണ്? യഫ്അലു എന്നാണ്. മറ്റോടത്ത് ഉപയോഗിച്ചതും യഫ്അലു എന്നാണ്. വയുസമ്മ മുസ്തഖ്ബിലൻ, ഇതിന് മുസ്തഖ്ബില് എന്നാണ് പേര്, ഭാവിയിൽ. ആ ഗദൻ എന്നുള്ളതും അൽ ആൻ എന്നുള്ളതും കൊടുത്തത് ഒന്ന് അർത്ഥം ഒന്നുകൂടി ലാഹിറാവാൻ വേണ്ടിയിട്ടാണ്. അൽ ആൻ എന്ന് പറഞ്ഞാൽ നൗ, ഇപ്പോൾ. ഗദൻ എന്ന് പറഞ്ഞാൽ ടുമോറോ, നാളെ എന്നുള്ളൊരു പദം കിട്ടുമ്പോൾ നമുക്കത് ഹാലാണ്, ഇസ്തിഖ്ബാലാന്ന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. യഫ്അലു എന്ന് വെറുതെ പ്രയോഗിച്ചാലും ഹാലിനും വരും, ഇസ്തിഖ്ബാലിനും വരും. ക്ലിയർ അല്ലേ? ഇവിടെ ഇനി അപ്പോൾ ഫഇദ ദഖലത് അലൈഹി, ഇനി ആ മുളാരിയായ ഫീലിൻ്റെ മേൽ പ്രവേശിച്ചാൽ അസ്സീനു ഔ സൗഫ, സീനോ സൗഫയോ പ്രവേശിച്ചു. സീന് സയഖൂലു, നമ്മൾ ഖുർആനിൽ കണ്ടില്ലേ, സയഖൂലു, സയഫ്അലു എന്നൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ കാണാം. സീനോ സൗഫയോ പ്രവേശിച്ചു, എന്നിട്ട് ഫഖുൽത, നീ പറയുകയും ചെയ്തു. സയഫ്അലു ഔ സൗഫ യഫ്അലു എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ സീനോ സൗഫയോ പ്രവേശിച്ചാൽ, അങ്ങനെ സയഫ്അലു സൗഫ യഫ്അലു എന്ന് പറയുകയും ചെയ്താൽ ഇഖ്തസ, അതിൻ്റെ ജവാബ് ഫഇദ എന്നുള്ള ശബ്ദത്തിൻ്റെ ജവാബാട്ടോ. ഇഖ്തസ, അത് പ്രത്യേകമാകും. ബിസമാനിൽ ഇസ്തിഖ്ബാലി, ഇസ്തിഖ്ബാല് എന്ന ടെൻസിനോട്, ഫ്യൂച്ചർ എന്ന കാലത്തിനോടത് പ്രത്യേകമാകും. അപ്പം പിന്നെ അതിൻ്റെ അർത്ഥം എന്ത് വരില്ല? ഈ പ്രസൻറ്റ് അർത്ഥം വരില്ല. സയഫ്അലു എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കും, സൗഫ യഫ്അലു പ്രവർത്തിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് പ്രവർത്തിക്കും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ സീനും സൗഫയും ഉണ്ടായിരിക്കെ ഹാലിൻ്റെ അർത്ഥം കിട്ടൂല. അപ്പം പിന്നെ ഇതിൻ്റെ അർത്ഥമേ കിട്ടുള്ളൂ, എന്തിൻ്റെ? ഇസ്തിഖ്ബാലിൻ്റെ സമനിനോട് പ്രത്യേകമാകും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അഫ്സലേ, അതെ അഫ്സലേ, മുമ്പ് പറഞ്ഞതാണ്. ഓക്കെ അല്ലേ?
ഇതാ ദഖലത്ത് അലൈഹി ലാമുൽ ഇബ്തിദായി, ഇബ്തിദാഇന്റെ ലാമ് പ്രവേശിച്ചു. തുടക്കത്തിൽ വരുന്ന ഒരു ലാമ്, ഒരു തൗക്കീദിനും മറ്റൊക്കെ വരുന്ന ഒരു ലാമ്. ആ ലാമ് പ്രവേശിച്ചാൽ എന്നിട്ട് ഫഖുൽത നീ പറയുകയും ചെയ്തു. ഇതാ എന്ന് പറഞ്ഞാൽ ഈഫ്, ദോ ആൾ ദോ എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥത്തിലാണ് ഇതാ വരിക, ഷർത്താണ്. അപ്പോൾ അത് ഷർത്ത് പറയുമ്പോൾ, ഒരു കണ്ടീഷൻ പറയുമ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടാവും. അങ്ങനെ പ്രവേശിച്ചാൽ എന്തുണ്ടാവും, അതിന് റിസൾട്ടാണ് ഇഖ്തസ, ആ മുളാരി പ്രത്യേകമാകും. ബി സമാനിൽ ഹാൽ, ഹാലിൻ്റെ സമാനിനോട് പ്രത്യേകമാകും. അപ്പോൾ പിന്നെ അതിൻ്റെ അർത്ഥം ഇസ്തിഖ്ബാലിൻ്റെ അർത്ഥം വെക്കരുത്. ലയഫ് അലു, അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അവൻ പ്രവർത്തിക്കുന്നു എന്ന അർത്ഥേ അവിടെ വരും. അപ്പോൾ മാലി നമ്മൾ നേരത്തെ പറഞ്ഞു, ഹാല്, ഇസ്തിഖ്ബാല്. ടെൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് 3 സമാനുകളാണ്, അത് കഴിഞ്ഞു. മാലി, ഹാല്, ഇസ്തിഖ്ബാല്. അപ്പം നമുക്ക് മീനിങ്ങുമായി ബന്ധപ്പെട്ട് കിട്ടേണ്ട വിഷയങ്ങൾ. ഇനി അമ്രും നഹിയും ഒക്കെ ഉണ്ട്. അത് സമാനിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല, ഫിഇലിൻ്റെ മറ്റേ തരത്തിലുള്ള ഒരു കിസ്മാണത്. സമാനിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല, അത് ഓരോ കൽപ്പനക്രിയ, വിരോധനക്രിയ. മുളാരി, ഈ അക്ഷരം തുടക്കത്തിൽ ഇന്ന അക്ഷരം ഉള്ളത് മുളാരി. മാലി, കഴിഞ്ഞുപോയ കാലത്തിൻ്റെ മേൽ അറിയിക്കുന്നത് എന്നൊക്കെ വേറൊരു കിസ്മാണ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് മുളാരി, ആ മുളാരിയുടെ മീനിങ് എന്താണ്, അത് ഹാലിനും വരും, ഇസ്തിഖ്ബാലിന് വരും. എപ്പോൾ ഹാല് കൊണ്ട് പ്രത്യേകമാകും, എപ്പോൾ ഇസ്തിഖ്ബാല് കൊണ്ട് പ്രത്യേകമാകും. ഇത്രയും പോയിന്റുകൾ നമ്മൾ ചർച്ച ചെയ്തു. അത് മനസ്സിലായിട്ടുണ്ടാവും. ആരപ്പോൾ കയറിക്കണേ? ഫാറൂഖ, റഷീദ്. അപ്പം നമ്മൾ മാലി കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ മഅറൂഫ് അതെങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചു, മജ്ഹൂലും എങ്ങനെയാണെന്ന് പഠിച്ചു. അപ്പോൾ മുളാരിയിൽ നിന്നും മഅറൂഫ് എങ്ങനെയാണ്, മജ്ഹൂൽ എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നോക്കാം. ഫൽ മബ്നിയു, അപ്പോൾ എടുക്കപ്പെടുന്നത്, ലിൽ ഫാഇലി, ഫാഇലിന് വേണ്ടി എടുക്കപ്പെടുന്നത്, മിൻഹു മുളാരിയിൽ നിന്ന്, മുളാരിയായ ഫീലിൽ നിന്നും ഫാഇലിന് വേണ്ടി, അതായത് മഅറൂഫ് ആക്റ്റീവ് വോയിസ്, അതിനു വേണ്ടി എടുക്കപ്പെടുന്നത് മാ, ഒരു ഫീലാണ്, ഒന്നാണ്, ഒരു ഫീലാണ്. കാന ഹർഫുൽ മുളാറഅത്തി മിൻഹു, അതിൻ്റെ മുളാറഅത്തിൻ്റെ അക്ഷരമായിരിക്കുന്നു, മഫ്തൂഹൻ, ഫത്ഹ് വെക്കപ്പെട്ടതായിരിക്കുന്നു. അപ്പം മുളാറഅത്തിൻ്റെ അക്ഷരം ഫത്ഹ് വെക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും എന്ത്, മഅറൂഫായ ഫീല്. ഏതൊഴികെ, ഇല്ലാമ, ഒന്നൊഴികെ, കാന മാലിഹി അല അർബഅത്തി അഹ്റുഫിൻ, 4 അക്ഷരം മാലിയായിട്ട് വരുന്ന ഫീലുകളുണ്ട്. 4 അക്ഷരം. സുലാസി മസീദ് ഫീഹിയിലെ ഒന്നാമത്തെ കിസ്മും റുബായി മുജറദും, അത് 4 അക്ഷരമുള്ളൂ. റുബായി മുജറദ് പറഞ്ഞാൽ അസ്ലിയായ 4 അക്ഷരം. സുലാസി മസീദ് ഫിഹിയിലെ ഒന്നാമത്തെ കിസ്മു എന്ന് പറഞ്ഞാൽ സുലാസി മുജറദിൻ്റെ കൂടെ ഒരു അക്ഷരം സായിദിയായി വന്നു. അപ്പോൾ 3 + 1 4. മാലി, ശ്രദ്ധിക്കണേ, മാലി 4 അക്ഷരമുള്ള ഫിഇലുകൾ അല്ലാത്തതിൻ്റെ എല്ലാ മുളാരി. അപ്പം മാലി 3 അക്ഷരമുള്ളതാവട്ടെ, മാലി 5 അക്ഷരമാവട്ടെ, 6 അക്ഷരമാവട്ടെ, മാലി 3, 5, 6. അപ്പോൾ മാലിയുടെ ലെറ്റേഴ്സ് എത്രയാണ്? 4 അക്ഷരമുള്ളതല്ലാത്ത മാലിയുടെ മുളാരി എന്താവും? മുളാറത്തിൻ്റെ അക്ഷരം എപ്പോഴും ഫത്ഹ് ആയിരിക്കും മഅറൂഫിൽ. നോക്കിക്കോളൂ നിങ്ങൾ, ഇവിടെ ഉദാഹരണം നോക്കി. യൻസുറു, യൻസുറു, യൻസുറാനി, നമ്മുടെ ഷേഡിയ. യൻസുറു നമ്മുടെ മാലിയുടെ മുളാറത്തിൻ്റെ അക്ഷരം യാ എന്നാണ്, ഫത്ഹാണ്. യൻസുറു, യൻസുറാനി, യൻസുറൂന. തൻസുറു, തൻസുറാനി, യൻസുർന. തൻസുറു, തൻസുറാനി, തൻസുറൂന.
തൻസുരീന, തൻസുറാനി, തൻസുർന, അൻസുറു, നൻസുറു ഒക്കെ ആ മുദാറഅത്തിന്റെ അക്ഷരം യ, ത, അ, ന ഇതൊക്കെ എന്താണ്? ഫത്ഹത്താണ്. എല്ലാം ഫത്ഹത്താണ്, ഒക്കെ മഅറൂഫാണ്. ഇനി നോക്കി നിങ്ങൾ യദ്രിബു, ഇത് ഇതേപോലെ തന്നെ സർഫാക്കണം. യഅലമു അതേപോലെ തന്നെ. ഇത് നോക്കി നിങ്ങൾ യുദഹ്രിജു, യുക്രിമു, യുഖാത്തിലു, യുഫർരിജു. ഈ നാലെണ്ണത്തിന്റെ ശ്രദ്ധിക്കണേ. ഞാൻ ഈ പച്ച കളർ കൊടുത്ത ഈ നാലെണ്ണം പച്ചല്ല അല്ലേ? ഇപ്പോൾ പച്ചയില്ലേ? മഞ്ഞ കൊടുക്കാം. ഈ നാലെണ്ണത്തിൻ്റെ മുദാറഅത്തിൻ്റെ അക്ഷരത്തിന് ലമ്മാണ്. യു 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 അല്ലേ? കാണില്ലേ? അപ്പൊ ഇവകളുടെ മാലി നാലക്ഷരാണ്. ദഹ്റജ, ദഹ്റജ. അതിൻ്റെ മുദാറഅത്തിന്റെ അക്ഷരം ലമ്മായിരിക്കും. അക്റമ, യുക്രിമു, അക്റമ യുക്രിമു. ഖാതല, യുഖാത്തിലു. ഫറജ, യുഫർരിജു. അല്ല, അതിന്റെ മജ്ഹൂല് യുക്റമു എന്ന് വരും. അത് നമ്മൾ പറയും, അത് ഇവിടെ തന്നെ പറയും. അതിന്റെ അവസാനത്തിന് മുമ്പുള്ളത് കസ്റായിരിക്കും. നോക്കുങ്ങൾ, യുദഹ്രിജു, യുക്രിമു, യുഖാത്തിലു, യുഫർരി. ഇതിന്റെ മജ്ഹൂൽ വരുമ്പോ അല്ല, ദഹ്റജ സുലാസി റുബായി മുജറദാണ്. അത് ദഹ്റജ റുബായി നമ്മൾ പറഞ്ഞല്ലോ. മുജറദുകൾ അസ്ലിയായ അക്ഷരങ്ങൾ 3 അക്ഷരം ഉള്ളതുണ്ട്, അസ്ലിയായത് 4 അക്ഷരം ഉള്ളതുണ്ട്. റുബായി മുജറദ് ഒന്നേ ഉള്ളൂ, ഒറ്റ ബാബുള്ളൂ. അതുപോലെ സുലാസി മസീദ് ഫി, അതിൽ ഒന്നാമത്തെ ബാബ്, ഒന്നാമത്തെ കിസ്മ്, അതിൽ 3 എണ്ണം വരും. അപ്പോൾ യെസ്, മാലി 4 അക്ഷരം വരുന്ന എല്ലാ മുളാരിൻ്റെയും മുളാറഅത്തിന്റെ അക്ഷരത്തിന് ദമ്മായിരിക്കും. അത് മഅറൂഫാണോ മജ്ഹൂലാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ വേറെ മജ്ഹൂലിന്റെ ഒരു നിയമമുണ്ട്. മജ്ഹൂലിന്റെ എല്ലാം അവസാനത്തിന് മുമ്പുള്ളത് ഫത്ഹായിരിക്കും. മജ്ഹൂലായ ഫെയിലാണോ അവസാനത്തിന് മുമ്പുള്ളത് ഫത്ഹായിരിക്കും. മാലി 3 അക്ഷരാവട്ടെ, മാലി 4 അക്ഷരാവട്ടെ, 5 അക്ഷരാവട്ടെ, 6 അക്ഷരാവട്ടെ, 7 അക്ഷരാവട്ടെ, 7 അക്ഷരമുള്ളത് ഇല്ല. 3, 4, 5, 6 അക്ഷരങ്ങളെ വരുള്ളൂ. മജ്ഹൂലാണെങ്കിൽ അവസാനത്തിന് മുമ്പുള്ളത് ഫത്ഹായിരിക്കും. അപ്പോൾ മജ്ഹൂലാണോ മഅറൂഫാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റേണ്ട ഒരു നിയമമാണ് ഇപ്പോൾ പറഞ്ഞത്. അത് നമ്മളിതിൽ പറയും, ഇതാ പറയണം. ബാക്കി നിങ്ങൾ നോക്ക്. യതകസ്സറു കണ്ടോ? യതകസ്സറു അതിൻ്റെ മുളാരി എന്താണ്? തകസ്സറ യതകസ്സറു, യ ഫത്ഹായി. യതബാഅദു, യൻഖതിഉ, യജ്തമിഉ, യഹ്മറു, യഹ്മാറു, യസ്തഖ്രിജു, യഅശൗശിബു, യജ്ലവ്വിദു, യക്അൻസിസു, യസ്ലൻഖി, യതദഹ്റജു, വയഹ്റൻജിമു, വയഖ്ശഇറു. യഖ്ശഇറു. ഇതൊക്കെ ഈ പറയപ്പെട്ട 4 എണ്ണമല്ലാത്ത ബാക്കിയൊക്കെ അതിൻ്റെ മുളാറഅത്തിൻ്റെ ലെറ്ററിന് ഫത്ഹയാണ്. നോക്ക്, ഇതാ നമ്മൾ ഇവിടുന്ന് പോയത്. മാ കാന ഹർഫുൽ മുളാറഅത്തി മിൻഹു മഫ്തൂഹൻ ഇല്ലാ മാ കാന മാദിഹി, ഇല്ലാ മാ കാന മാദിഹി അലാ 4 ഹറുഫിൻ. ഇല്ലാ മാ കാന മാദിഹി അലാ 4 ഹറുഫിൻ. മാദി 4 അക്ഷരമുള്ളത് ഒഴികെ. ഫഇന്ന ഹർഫ്, ശ്രദ്ധിച്ചോ, ഫഇന്ന ഹർഫൽ മുളാറഅത്തി, മുളാറഅത്തിന്റെ അക്ഷരം, മിൻഹു 4 അക്ഷരം മാദി ഉള്ളതിൻ്റെ മുളാറഅത്തിന്റെ അക്ഷരം, മാദി 4 അക്ഷരം ഉള്ളതിൽ നിന്നുമുള്ള അതിൻ്റെ മുളാരിൻ്റെ മുളാറഅത്തിന്റെ അക്ഷരം യകൂനു മദ്മൂമൻ അബദൻ, എപ്പോഴും ദമ്മായിരിക്കും. എപ്പോഴും എന്ന് പറയാൻ കാരണം ഫായിലിന് വേണ്ടി എടുക്കുമ്പോഴും ദമ്മായിരിക്കും,
ആ മഫൂലിന് വേണ്ടി എടുക്കുമ്പോഴും നമ്മായിരിക്കും. മഅറൂഫ് ആണെങ്കിലും നമ്മായിരിക്കും, മജ്ഹൂലാണെങ്കിലും നമ്മായിരിക്കും. നോക്കി നിങ്ങൾ, നഹ്വു യുദഹ്രിജു വയുക്രിമു വയുഖാത്തിലു വയുഫർരിജു. അപ്പോൾ അവിടെ ഒരു ചോദ്യം, അപ്പോൾ എങ്ങനെ മഅറൂഫും മജ്ഹൂലും അതിൻ്റെ തിരിച്ചറിയാ? വഅലാമത്തു ബിനാഇ ഹാദിഹിൽ അർബഅത്തി ലിൽ ഫൈൽ. ഈ നാലെണ്ണം, ഈ പറയപ്പെട്ട നാലെണ്ണം ഫായിലിനു വേണ്ടി എടുത്തതാണ് എന്ന് മനസ്സിലാക്കാനുള്ള അടയാളം കൗനുൽ ഹർഫി, അക്ഷരമാവല, അല്ലദീ ഖബ്ല ആഖിരിഹി, അവസാനത്തതിന് മുമ്പുള്ള അക്ഷരം. ലാസ്റ്റ് ബട്ട് വൺ, അവസാനത്തതിന് മുമ്പുള്ള അക്ഷരമാവലാണ് മക്സൂറൻ അബദൻ, എപ്പോഴും കസ്റായിരിക്കും മഅറൂഫ് ആണെങ്കിൽ, ഫായിലിന് വേണ്ടി എടുക്കപ്പെട്ടു. അപ്പോൾ യുദഹ്രിജു എന്താ, ജീമാണ് അവസാനത്തത്, അതിൻ്റെ മുമ്പുള്ളത് ഏതാ? റ ആണ്, കസ്റാണ്. യുക്രിമു, മീമാണ് അവസാനത്തത്, മുമ്പുള്ളത് റ ആണ്. യുഖാത്തിലു, മീമ ലാമാണ് അവസാനം, മുമ്പുള്ളത് കസ്റാണ്, താഇന് കസ്റാണ്. യുഫർരിജു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അക്രം, അക്രമ യുക്രിമു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഏത്? യെസ്, ഈ മൂന്നെണ്ണം ഉള്ളൂ. ഒരക്ഷരം സാധ്യതയായിട്ടുള്ളത് ഈ മൂന്നെണ്ണം. മിസാലുഹു മിൻ യഫ്ഉലു, യഫ്ഉലു എന്നുള്ളതിൽ നിന്നുള്ള ഉദാഹരണം യൻസുറു യൻസുറാനി യൻസുറൂന, തൻസുറു തൻസുറാനി യൻസുർന, തൻസുറു തൻസുറാനി തൻസുറൂന, തൻസുരീന തൻസുറാനി തൻസുർന, അൻസുറു നൻസുറു. വഖിസ് അലാ ഹാദാ, ഇതിൻ്റെ മേൽ നീ ചേർത്തി പറഞ്ഞോ. യദ്രിബു യദ്രിബാനി യദ്രിബൂന, തദ്രിബു തദ്രിബാനി യദ്രിബന, തദ്രിബു തദ്രിബാനി തദ്രിബൂന, തദ്രിബീന തദ്രിബാനി തദ്രിബന, അദ്രിബു നദ്രിബു. യഅലമു യഅലമാനി യഅലമൂന, തഅലമു തഅലമാനി യഅലംന, തഅലമു തഅലമാനി തഅലമൂന, തഅലമീന തഅലമാനി തഅലംന, അഅലമു നഅലമു. യുദഹ്രിജു, സർഫായിക്കാം ഡോക്ടർ സാഹിബ്. തുദഹ്രിജ്ന. ഉദഹ്രിജു, അതെ അതെ, ഉദഹ്രിജു നുദഹ്രിജു, ഉദഹ്രിജു നുദഹ്രിജു. കറണ്ട് പോയോ? ചൂടുണ്ടോ അവിടെ? ചൂടുണ്ടെങ്കിൽ കുറച്ച് കൂടെ കൊണ്ടുപോകാം. പാലക്കാട്, പാലക്കാട് പിന്നെ എല്ലാം കുറച്ചധികം. ഏ തലയൊക്കെ മുട്ടടിച്ചു ചൂട് കൊണ്ട്, ഉറങ്ങാൻ പറ്റണ്ടേ? ഉം. അപ്പൊ നോക്കേ, അടുത്തത് അതല്ല, ഉറക്കം ശരിയാവും, കുളിച്ചൊക്കെ റെഡിയാവും. യുക്രിമു, റാഫിക സർഫാക്കി യുക്രിമു.
തുക്രിംന. തുക്രിംന ലാസ്റ്റ് അവിടെ തുക്രിംന, മറ്റോടത്താണ് ആദ്യത്തിലാണ് യുക്രിംന. യുക്കാത്തിലോ ഞാൻ സർഫാക്കുക, നമ്മുടെ അസീസ്ക സർഫാക്കി. മനസ്സിലാ? മറ്റേതുപോലെ തന്നെ മുകളിൽ നമ്മൾ കൊടുത്ത പോലെ യൻസുറു യൻസുറാനി എന്ന് പറഞ്ഞ പോലെ യുക്കാത്തിലു യുക്കാത്തി, അതെന്താവും തുടക്കത്തിൽ ഉള്ളത് മാത്രം മാറ്റം വരും, അവസാനം ഒരേപോലെ തന്നെ. യൻസുറു യുക്കാത്തിലു, യൻസുറാനി യുക്കാത്തിലാനി. ആ ഇനി യുഫർരിജു, പക്ഷെ ഇതൊക്കെ ഒന്ന് നോക്കാൻ കഴിയോ, പറയാൻ കഴിയോ? യുഫർരിജു യുഫർരിജു യുഫർരിജാനി യുഫർരിജുന, തുഫർരിജു തുഫർരിജാനി യുഫർരിജ്ന. തുഫർരിജു ആ ആ അത് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മീസാനിൽ പഠിച്ചിരുന്നു. മീസാനിൽ എല്ലാം പാടെ സർഫാക്കിയിട്ട് പറയില്ല. എല്ലാം ഈ പറയപ്പെട്ട സുലാസി മജീദ് ഫിഹിം, റുബായി മജീദ് ഫിഹിം, മുജറദ് ഒന്നും എല്ലാം പാടെ പറയില്ല. അപ്പോൾ സുലാസി മുജറദേ അതിൽ പറഞ്ഞു. അതിൻ്റെ അതേ ഫോം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അപ്ലൈ ചെയ്യണം. യുഫർരിജു യുഫർരിജാനി യുഫർരിജുന, തുഫർരിജു തുഫർരിജാനി യുഫർരിജ്ന, തുഫർരിജു തുഫർരിജാനി തുഫർരിജുന, തുഫർരിജീന തുഫർരിജാനി തുഫർരിജ്ന, ഉഫർരിജു നുഫർരിജു. ഖുർആൻ എടുക്കാം നമുക്ക്. ഒരു 313 പേജ് എടുക്കാം. ആ പറയും. ഹൽ തഅലം, യെസ് ഹൽ തഅലം. പിന്നെ വയക്കൂൽ, ഈ തഅലമു എന്നുള്ളത് അത് അപ്പോൾ ഹൽ തഅലമു അതിൽ വരുന്ന ദമീർ ഏതായിരിക്കും? ഇവിടെ കണ്ടോ, വയക്കൂലുൽ ഇൻസാനു, വയക്കൂലുൽ ഇൻസാനു അല്ലേ? യക്കൂലു മുലാരിയാണ്, തുടക്കത്തിൽ യാണ്ട്, ഫത്ഹാണ്, തായിനിക്കും ഫത്ഹാണ്. തഅലമു യക്കൂലു. ആ ഇനി ഉണ്ടോ, ഇനി ആയത്തിലുണ്ടോ? അവന്റെ മുമ്പ് ഒന്ന് കണ്ടങ്ങള് ലസൗഫ, അത് ജവാബിൽ വരുന്നതാണ്. ആ ലാ മറ്റേ ലാ അല്ല, ഹാലിന്റെ ലാ അല്ല, സൗഫാണ് അവിടെ കൂടുതൽ. മറ്റേ ലാ ഏതാ, തുടക്കത്തിലേ വരുള്ളൂ. തുടക്കത്ത് പറഞ്ഞാൽ ഒരു നമ്മൾ സംസാരം തുടങ്ങുമ്പോഴേ വരും. ഇത് ഇടയിലല്ല. അതാണ് ചോദിക്കാൻ നിൽക്കണേ. അത് ഏതിന്റെ? അഖ്റജ യുഖ്രിജു, അഖ്റജ യുഖ്രിജു, ഉഖ്രിജ യുഖ്റജു, ഉഖ്രിജ യുഖ്റജു. അത് കാണില്ലേ? ഇതേ 66 ആയത്ത് കാണില്ല, അവിടെ അല്ല സൗഫാന്ന് കണ്ടില്ലേ? ഞാൻ അടിവരട, ഞാൻ ഖുർആനായതുകൊണ്ട്
തന്നെ അടിവരട്ടിക്കണു അല്ല സൗഫ. അതാണ് കുറച്ച് കട്ടിയുള്ള വര അതാ. ആ ഇത് മെൻഷൻ അല്ലല്ല നാസിനിക്ക് ഇതിൻ്റെ ഉനാസ് എന്ന് വരിക. ഇതിൽ നാസ് എന്നുള്ളത് ഏകവചനമില്ലാത്ത ജമ്മാണ്. അങ്ങനെ ഉണ്ട്, ഏകവചനം ഉണ്ടാവില്ല ചില ഇതിന്. ഇപ്പൊ സ്പെക്ടാക്കിൾസ് എന്ന് പറയില്ല നമ്മള്, സിസേഴ്സ് എന്ന് പറയും. സിസർ പറയില്ലേ, കത്രിക, അതിന് ഏകവചനം അല്ലല്ലോ. സ്പെക്ടാക്കിൾസ് അതിന് ഏകവചനമല്ല. ഏകവചനമില്ലാത്ത ഇത് മനസ്സിലായില്ലേ? അഹ്ദ് ഉഹ്റജു, അതായത് അഹ്റജ എന്ന് മാതിണ്ടല്ലോ, അഹ്റജ അതിന്റെ മുലാരി യുഹ്രിജു എന്ന് വരിക. യുഹ്രിജു അത് സർഫാക്കി പോകുമ്പോ ഉഹ്രിജു എന്ന് വരിക. അപ്പൊ അതല്ല, അപ്പൊ അത് മജ്ഹൂലാണ്. ഉഹ്രിജ യുഹ്റജു, ഉഹ്രിജ യുഹ്റജു. യുഹ്റജു സർഫാക്കി നോക്കി. യുഹ്റജു യുഹ്റജാനി യുഹ്റജൂന, തുഹ്റജു തുഹ്റജാനി യുഹ്റജ്ന, തുഹ്റജു തുഹ്റജാനി തുഹ്റജൂന, തുഹ്റജീന തുഹ്റജാനി തുഹ്റജ്ന, ഉഹ്റജു നുഹ്റജു. ഇവിടെ എന്ത് ചെയ്തു? മജൂല് നമ്മൾ പറഞ്ഞില്ലേ, അവസാനത്തിന് എന്തായിരിക്കും? അവസാനത്തിന് മുമ്പുള്ളത് എപ്പോഴും 10 ആയിരിക്കും. അത്രയുള്ള മജൂല്. അത് തുടക്കത്തിൽ മുലാറത്തിന്റെ അക്ഷരത്തിന് 10 ആവട്ടെ ലമ്മാവട്ടെ, അവസാനത്തതിന് മുമ്പ് അല്ല, 10 ആവട്ടെ ലമ്മാവട്ടെ എന്നല്ല, അവസാനത്തതിന് മുമ്പുള്ളത് എപ്പോഴും 10 ആയിരിക്കും. അത് മുലാറത്തിന്റെ അക്ഷരത്തിന് ലമ്മു ആയിരിക്കും മജ്ഹൂലില്. മഅറൂഫിലാണ് ഒരു വ്യത്യാസം. മഅറൂഫില് മുലാറത്തിന്റെ അക്ഷരം ഫത്ഹുള്ളതുമുണ്ട് ലമ്മുള്ളതുമുണ്ട്. ലമ്മുണ്ടാവുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ മഅറൂഫിൽ മുലാറത്തിന്റെ അക്ഷരം ലമ്മാണെങ്കിൽ അവസാനത്തതിന് മുമ്പുള്ളത് എപ്പോഴും കസ്റായിരിക്കും. ഇനി അടുത്ത് പറയും ഉണ്ടാ, ഇനി ഉണ്ടാ യദ്കുറു അല്ലേ? അല്ല യദ്കുറു മുലാരി അല്ലേ? ദക്കറ യദ്കുറു. അടുത്തത് ഇനി ഉണ്ടായില്ലേ? ആ യക്കു, യക്കു യക്കുൻ എന്നുണ്ടാകുക. യക്കുൻ അതല്ല, ലമ്മു വന്നാലും എന്ത് വേണം? ന്യൂനവിടെ വേണം. പക്ഷെ ന്യൂന് കളഞ്ഞിട്ടും പ്രയോഗമുണ്ട്, ലം യക്കു എന്നും പറയും. ഇനി ഉണ്ട് അടുത്തത് ലനഹ്ശുറന്നഹും. നമ്മള് റബ്ബിക, റബ്ബിനെ തന്നെയാണ് സത്യം എന്നാണ് തൈക്കീദിന്റെ ഇതിൽ വന്നാണ്. ലനഹ്ശുറന്നഹും ഏത്? അല്ല, അത് തൈക്കീദിന് വേണ്ടി വന്നതാണ്, തൈക്കീദാക്കാൻ വേണ്ടിയിട്ട്. ഏത്? ഈ ലാമ് പല ഐറ്റം ലാമ് വരും. അതിൽപ്പെട്ട ഒരൈറ്റാണ് ഹാലിന്റെ മീനിങ് കിട്ടാൻ വേണ്ടി വരും. ഹാലിന്റെ മീനിങ് കിട്ടാൻ വേണ്ടി വരിക എന്നുള്ളത് അതിന്റെ പ്രത്യേകത. അത് ഒരു കലാമിന്റെ തുടക്കത്തിലായിരിക്കും. സയഖൂലു സുഫഹാ എന്ന് പറഞ്ഞോടത്ത് കണ്ടോ സ ആദ്യം വന്നത്, അതേപോലെ ല എന്നുള്ളത് ആദ്യമായിട്ട് വരും, ഒരു കലാമിന്റെ തുടക്കത്തിൽ വരും. ഇതിടയിൽ വരുന്ന ഇതിന് നമ്മൾ സത്യം ചെയ്ത് പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, വത്തീനി വസ്സൈത്തൂൻ വത്തൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. പിന്നെന്താ ഉള്ളത്? ലഖദ് ഖലഖന. അത് ആ ലാമ് ആ സത്യം ചെയ്ത് പറഞ്ഞില്ലേ, അള്ളാഹുവിനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം പറയലോ, അതേപോലെ അള്ളാഹു പറയാണ് അത്തിമരവും അത്തിപ്പഴവും ഒലീവെണ്ണയും ഈ നാടും തൂരിസീന മലയുമാണ് സത്യം. ലഖദ് ഖലഖനൽ ഇൻസാന, നാം മനുഷ്യനെ നല്ല രൂപത്തിൽ തീർച്ചയായും പടച്ചിരിക്കുന്നു. അപ്പം സത്യം ചെയ്തു പറയുന്ന ഒരു കാര്യം ഉണ്ടാവും, അതിൻ്റെ തുടക്കത്തിൽ വരുന്ന ലാണ്ട് ആ ലായാണ്. ഇത് നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ട്? തൗക്കീദിന്റെ സഖീലാന്റെ നൂന് പറഞ്ഞിട്ട് നമ്മൾ ലയഫ് അലന്ന ലയഫ് അലാന്നി ലയഫ് അലുന്ന
ലതഫ്അലന്ന ലതഫ്അലാനി ലയഫ്അൽനാനി കണ്ടോ അവിടെ അങ്ങനെ പോയപ്പോൾ ലഅഫ്അലന്ന ലനഫ്അലന്ന. ഇവിടെ മുളാറത്തിന്റെ അക്ഷരം ഏതാ? ലനഹ്ശുറന്നഹും എന്നുള്ളടത്ത് നൂനാണ് അല്ലേ? ഇനി അടുത്തത് ലനുഹ്ളിറന്നഹും. ഇവിടെ നോക്ക് നിങ്ങള്, ഇതേതാ? അതിന്റെ മാലി ഏതാ? നുഹ്ളിറ. അല്ല, അഹ്ളറ. യെസ്, അഹ്ളറന്റെ മജ്ഹൂല മഅറൂഫാണ്. അഹ്ളറ യുഹ്ളിറു, യുഹ്ളിറു. മറ്റോടത്ത് ഉഖ്റജു എന്നാണ്, മജ്ഹൂലാണ്. അവസാനത്തിന് മുമ്പുള്ളത് അതെ. അവരെയും ശൈത്താന്മാരെയും ഞാൻ ഒരുമിച്ച് കൂട്ടുകയും നരകത്തിന്റെ പരിസരത്ത് അവരെ കൊണ്ടുവരികയും ഹാളിറാക്കുകയും തന്നെ ചെയ്യും. പിന്നെ അടുത്തത് അടുത്തത് ലനൻസിഅന്ന. കണ്ടോ എത്ര മുല്ലാരിയാണ് ഇപ്പൊ നമ്മളിപ്പോ ഒറ്റ ഇതിൽ കണ്ടത്. പിന്നെ അതിലുണ്ടോ? അടുത്തുണ്ടോ? ലനഹനു അഅലമു. മുല്ലാരിയാക്കി. പിന്നെ എവിടെ? ആ സുമ്മ നുനജ്ജി അല്ലേ? നുനജ്ജി ഇതേതാ? മഅറൂഫ മജ്ഹൂല? ഏതിന്റെ? നജ്ജ. ഫഅലല്ലേ? ഫഅല യുഫഇലു അല്ലേ? ഫഅല യുഫഇലു. നജ്ജ യുനജ്ജി. അത് അവസാനം യാ ആയതുകൊണ്ട് യുനജ്ജി എന്ന് യാ കണ്ട അത് ലഈഫാണ്. നാം രക്ഷപ്പെടുത്തുന്നു. നജ്ജ, നജാത്തുൽ ഇസ്ലാം, നാജിയ എന്നൊക്കെ പെൺകുട്ടികൾക്ക് പേരിടില്ലേ? അല്ല, അത് നജാഹ് വിജയം. നജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. നജ, നജാത്ത് രക്ഷ. നജാഹ് അത് വേറെ, അത് വിജയം. അത് ഹ ഹ. പിന്നെ സുമ്മ നുനജ്ജില്ലദീന തഖൗ വനദറു. അത് മുളാരിയാട്ടോ. നദറു, നദറു എന്നുള്ളത് മുളാരിയാണ്. പക്ഷെ അതിന്റെ വദറ യദറു എന്നാണ്, വദറ എന്നാണ് മാവി. ആ വാവ് ഇല്ലത്തിന്റെ അക്ഷരമായതുകൊണ്ട് ആ വാവിനെ കളഞ്ഞു പോയതാണ് നദറു. പിന്നെ ഇനിയുണ്ട് അടുത്ത ആയത്തിലുണ്ടോ? തുത്ല. അത് മജ്ഹൂല മഅറൂഫ നിങ്ങളുടെ അഭിപ്രായത്തിൽ? മജ്ഹൂല്. കാരണം അവസാനത്തിന് മുമ്പുള്ളത് നോക്ക്, അവസാനം യാ ആണ്, അത് മറിഞ്ഞിട്ട് അലിഫൈക്കാണ്. അതിന്റെ മുമ്പുള്ളത് ഏതാ? ഫത്ഹാണ്. ലാമിലേക്ക് ഫത്ത് അല്ലേ? അപ്പൊ മജ്ഹൂല്. തുത്ല. പിന്നെ ഇനിണ്ടാ? കുറെ ഉണ്ട് അല്ലേ? എന്താ? ഫൽ യംദുദ്. അതാ മറ്റേ അംബ്ര വായിബട്ടോ. ഫൽ യംദുദ്. പിന്നെ യൂഅദൂന. അത് മജ്ഹൂല മഅറൂഫ? യൂഅദു യൂഅദാനി യൂഅദൂന. യുൻസറു യുൻസറാനി യുൻസറൂന. ഏതായിരിക്കും? അവസാനത്തിന് മുമ്പുള്ളത് എന്താണ്? ദാലിന് മുമ്പ് ഫത്ത് അല്ലേ? അവസാനത്തിന് മുമ്പുള്ളത് ഫത്ത്. ഫസയഅലമൂന. ദാ മുളാരി. സാദ യസീദു വയസീദു. ഇതിലിപ്പോ ഞാനിപ്പോ അടിവര ഇത് നോക്കുങ്ങള്. ഇതിലിപ്പോ എത്ര ഒറ്റ പേജിൽ എത്ര മുളാരിയാണ്?
നമ്മൾ മാലി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. ഇതില് മാലി ഉണ്ടോ നോക്കി, നമ്മൾ മാലി പഠിച്ചിട്ടുണ്ട്. ഉണ്ടാ ആ എവിടെ കാല 72-ലോ ആ അവിടെ കാല. ഓക്കെ, യെസ്. ആ ആ കാല. പിന്നെ ആ എവിടെ 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 പറയും എത്രാമത്തെ ആയത്താണ്? ഇതല്ലേ ഇതല്ലേ പറയാ, അതാണ് അഹ്ലക്ന മാലി. ഏതിന്റെ മാലി? അഹ്ലക്ക അഹ്ലക്ക അഹ്ലക്കു അല്ലേ, നാം നശിപ്പിച്ചു. ആ ഇതിന്റെ മുമ്പ് കുറെ ഉണ്ട്. ഈ ഇവിടേക്ക് എത്രതിന് മുമ്പ് കണ്ടില്ല നിങ്ങള്? ഇല്ലേ? കണ്ടില്ലെങ്കിൽ ഇപ്പൊ ഞാൻ കാണിച്ചു തരും. ഒന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒന്ന് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാവും ചിലപ്പോ. ആ മിത്തു, യെസ്. അതാണ് ബുദ്ധിമുട്ടുള്ളത്. ബുദ്ധിമുട്ടുള്ളതാണ് നമ്മൾ കാണുന്നില്ലേ. സിസ്ക മാത്ത 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 മാത്തു മാത്തത്ത് മാത്തത്ത മിത്തിന മിത്ത മിത്തുമാ മിത്തും മിത്തി മിത്തുമാ മിത്തുന്ന മിത്തു. അതുപോലെ ഞാൻ എളുപ്പമുള്ള ഒന്നുണ്ടായില്ലേ? എളുപ്പമുള്ള ഒരു ഇല്ലേ? അല്ല, മിത്തു ഞാൻ മരിച്ചു, മിത്തിന ഞങ്ങൾ മരിച്ചു. ആ ഞങ്ങൾ മരിച്ചു എന്ന് പറയില്ലല്ലോ ഒന്നും അല്ലേ? ആ അത് എല്ലാരും പാടെ ചെയ്യേണ്ട ഒരു പണിയല്ലല്ലോ അത് ഇല്ലേ? ഓരോരുത്തരല്ലേ മരിക്കില്ല. ഓക്കെ, മാലിയാഫീൽ പറയും. മാലിയാഫീൽ ഇതിലുണ്ട് ഈ ഈ 60. ആ അതാണ് ഞാൻ പെട്ടെന്ന് നിങ്ങൾ കാണും. ഹലക്ന മാലിയാണേ. പിന്നെ ഇനി ഇങ്ങനെ പോയിട്ട് ഇല്ലേ, ഇനി ഉണ്ടല്ലോ ദാ കഫറു. ഇനിയുണ്ട് ആമനു. ആമന ആമന ആമനു. ആ പിന്നെ ദാ കാന റഔ. ക്ലിയർ അല്ലേ? അപ്പൊ മാലിയും മുലാരിയായി. ഇനി നമ്മളിതിൽ ഇസ്മും ഫീലും ഏതാന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇസ്മുകൾ കണ്ടുപിടിക്കാൻ പറ്റുമോ? നമുക്ക് വേറെ കളർ എടുക്കാം. ആ അറല്. പിന്നെ പറയും അല്ല അത് അത് ഇസ്മാണ്. ഈ ആയത്തിൽ തന്നെ പറയും, ഒന്നാമത്തെ ആയത്തില്. ആ പിന്നെ ഇസ്മല്ലേ, ഇസ്മിന്റെ പ്രത്യേകത അല്ലേ ഇലാഫത്ത് ഉണ്ടാകാന്ന്. ഇബാദത്തിഹി രണ്ടും ഇസ്മാണ്. ഇബാദത്തിഹി എന്നുള്ള ഇസ്മാണ്. ഇവിടെ ഹു ഇസ്മാണ്, ഹുമ ഇസ്മാണ്. ഇത് ബൈന ഇസ്മാണ്. പിന്നെ തയലമു മുലാരിയ ഫീൽ, അത് നമ്മൾ നേരത്തെ എണ്ണിയില്ലേ, അത് വരക്കാൻ വിട്ടുപോയതാണ്.
ആ സമീയൻ ഇസ്മാണോ ഫീലാണോ? ഇസ്മല്ലേ? തൻമീൻ ഇസ്മിലല്ല ഉണ്ടാകുക. ലഹു ഇസ്മാണ്. ഇപ്പൊ നോക്ക് നിങ്ങള് റബ്ബുസമാവാത്തി. ഇനി ഞാൻ ഹർഫ് നമുക്ക് വേറെ കളർ കൊടുക്കാം. ഹർഫ് ദാ വ ഹർഫ്, വ ഹർഫ്, മാ ഹർഫ്, ഫ ഹർഫ്, വ ഹർഫ്, ലി ഹർഫ്, ഹൽ ഹർഫ്, ലഹു എന്നുള്ളത് ലാ ഹർഫ്. ഉഴുബുദ് അമ്രാണ്. ഇത് അമ്ര ഫീലാണ്. ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല, പഠിച്ചിട്ടില്ല. മീസാനിൽ പഠിച്ചു പോണു. ഉഴുബുദ് അത് വസ്തബിർ അതും അമ്രാണ്. ഇസ്തബിർ അമ്രാണ്. ഇത് അമ്രാണ്, ഇത് അമ്രാണ്. അപ്പൊ നിങ്ങൾ നോക്കിയ ഒരൊറ്റ ആയത്തില് ഏത് ഏത് അത് ഹർഫാണ്. അത് ഇദാമ എന്നുള്ളത് ആ എന്നുള്ളത് ഹർഫ്, ഇദാമ എന്നുള്ളത് ലർഫാണ്. ലർഫ് എന്ന് പറയാം. ഇസ്മ വരെ, ഇസ്മിലെ വരെ. ലർഫ് ഒരു സ്ഥലം സമയത്തെ കുറിക്കുന്നത്. ഇത് മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ മരിച്ചു കഴിഞ്ഞ സമയം, ആ സമയത്തെ കുറിക്കണം. മനസ്സിലാണ്ടോ? അപ്പോൾ ഒരു സമയം അത് ഇസ്മിന്റെ കൂട്ടത്തിലെ പെടുക. ഇപ്പൊ ഈ ഒരൊറ്റ ആയത്ത് നോക്ക് നിങ്ങള്, ഒന്നാമത്തെ ആയത്ത് നോക്ക്. ഇതിപ്പോ നമ്മൾ ഈ ഒരു ആയത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ ഇങ്ങനെ എടുത്തെന്ത് ചെയ്തു? നമ്മളതിനങ്ങനെ ഓരോന്നിൻ്റെയും ഏതാണ് ഇസ്മാണ്, ഫീലാണ്, അർഫാണ് എന്നുള്ളത് വേർതിരിച്ചു. ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയോ? നമുക്ക് ഓരോന്നും വേർതിരിക്കാൻ കഴിയണം. ഇസ്മ വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് പണിയില്ല. ഇസ്മിന് തൻവീനോ അലിഫ്ലാമോ ഉണ്ടാവും. അലിഫ്ലാമോ തൻവീനോ ഉള്ളതിന് നമുക്ക് എപ്പോഴും ഇസ്മായിട്ട്. പിന്നെ ഇലാഫത്ത്, ഇസ്മേ ഇലാഫത്ത് ചെയ്ത് വരും. ജറിൻ്റെ അക്ഷരം വന്ന മജ്റൂർ അത് ഇസ്മേ വരും. കാരണം ഫീലിൽ ജറില്ല, ഫീലിൽ എന്തില്ല, ജറില്ല. ഇസ്മിനിക്കേ ജറ് വരുള്ളൂ. ജസ്മ് ഫീലിനിക്കേ വരുള്ളൂ. ഇങ്ങനെ എന്ത് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞാണ്. കൊണ്ട് ഈ ഒരൊറ്റായത്തിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയില്ലേ? അല്ലേ? ഇതേപോലെ നമുക്ക് കഴിയും. ഇത് നോക്കി, ഈ കിതാബിൽ വരും. ഇവിടെയൊക്കെ നോക്ക്. യതബാഅദു, യൻഖതിഉ, യജ്തമിഉ, യഹ്മറു, യഹ്മാറു, യസ്തഖ്രിജു, യശൗശിബു, യജ്ലവിദു, യക്അൻസിസു, യസ്ലൻഖി, യതദഹറജു, വയഹറൻജിമു, വയഖ്ശഇറു. ഒക്കെ നോക്ക്. മാലി 4 അക്ഷരം അല്ലാത്തതിൻ്റെ ഒക്കെ മുദാറഅത്തിന്റെ അക്ഷരം ഫത്ഹാണ്. ഒറ്റ പോയിന്റ് കൂടിട്ടോ, ഇതുകൂടി കഴിഞ്ഞ് അവസാനിപ്പിക്കാം. ഫൽ മബ്നിയു ലിൽ മഫ്ഊലി മിൻഹു, മുളാരിയിൽ നിന്നും മഫ്ഊലിന് വേണ്ടി എടുക്കപ്പെടുന്നത്. മജ്ഹൂൽ മാ ഒരു ഫീലാണ്. കാന ഹർഫുൽ മുളാറഅത്തി മിൻഹു, അതിൽ നിന്നുമുള്ള മുളാറഅത്തിന്റെ ഹർഫായിരിക്കുന്നു. മദ്മൂമൻ, ലമ്മു വെക്കപ്പെട്ടതായിരിക്കുന്നു. തീർന്നില്ല. വമാ കാന ഖബ്ല ആഖിരിഹി, അതിന്റെ അവസാനത്തതിന് മുമ്പുള്ളതായിരിക്കുന്നു. മഫ്തൂഹൻ അബദൻ, എപ്പോഴും ഫത്ഹ് വെക്കപ്പെട്ടതായിരിക്കുന്നു. എപ്പോഴും ഫത്ഹ്. അവസാനത്തതിന് മുമ്പുള്ളത് ഫത്ഹും മുളാറഅത്തിന്റെ അക്ഷരത്തിന് ലമ്മു. അതാണ് നമ്മൾ ഉഖ്റജു ആണോ? മുളാറഅത്തിന്റെ അക്ഷരം ഉ, ഹംസ. ആ ഹംസക്ക് ജറാണ്, സോറി ലമ്മാണ്. അതുപോലെ അവസാനത്തിന് മുമ്പുള്ളത് ഫത്ഹാണ്. ഉദാഹരണം നോക്ക് നിങ്ങൾ. യുൽറബു, യുൻസറു, യുദഹ്റജു, യുക്റമു, യുഖാതലു, യുഫറജു, യുസ്തഖ്റജു. കണ്ടാ? സർഫാക്കലും അങ്ങനെ തന്നെ. ഇതിലിപ്പോ മജ്ഹൂല് വരുന്ന ഫീലുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടോ. മജ്ഹൂലായത് വരുന്നത് എല്ലാത്തിനും മജ്ഹൂൽ ഉണ്ടാവില്ല. ചില ലാസിമായ ഫീലുകൾക്ക് മജ്ഹൂൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. കുറേ മറ്റേ മഅറൂഫ് പറഞ്ഞ അത്ര എണ്ണം ഇവിടെ പറഞ്ഞിട്ടില്ല. കുറേ അതിനൊന്നും, അതൊക്കെ ലാസിമാണ്, അതിന് മജ്ഹൂലില്ല. അപ്പോൾ
അപ്പോൾ നമ്മൾ മഅറൂഫ് എങ്ങനെയാണ് മുലാരിയിൽ, മജ്ഹൂൽ എങ്ങനെയാണ് മുലാരിയിൽ എന്നുള്ളത് നമ്മൾ പഠിച്ചു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അത് നെഗറ്റീവിൽ വരുമ്പോൾ, നെഗറ്റീവായ സെൻറ്റൻസിൽ വരുമ്പോൾ ഒരിക്കലും ഇല്ല എന്നർത്ഥം വരും. ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് എപ്പോഴും എന്നർത്ഥം വരും. അത് ആ ഇതിനനുസരിച്ചാണ്, സെൻറ്റൻസിൻ്റെ ഘടന മാറുന്നതിനനുസരിച്ച് അർത്ഥം മാറും. ഓക്കെ അല്ലേ? സുഹേൽ സാറേ ഇവിടെ മതി, കുറച്ച് കൂടുതലായി. പക്ഷെ എന്നാലും നമ്മൾ പറഞ്ഞ വിഷയമായതുകൊണ്ട് നമുക്ക് അറിയണ കാര്യമായതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. അപ്പോൾ മാലി മഅറൂഫ് നമ്മൾ പറഞ്ഞു, മാലി മജ്ഹൂല് പറഞ്ഞു. അതുപോലെ മുലാരി മഅറൂഫ് പറഞ്ഞു, മുലാരി മജ്ഹൂല് പറഞ്ഞു. ഇതിൽ കൺഫ്യൂഷൻ ആകുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ അഖ്റജ, അതിൻ്റെ മജ്ഹൂല് ഉഖ്രിജ. അഖ്റജൻ്റെ മജ്ഹൂൽ എന്താ വരിക? ഉഖ്രിജ മാലിയിൽ. ഇനി നോക്കൂ നിങ്ങൾ, അഖ്റജൻ്റെ മുലാരിയിൽ ഒരു ഉഖ്രിജു എന്ന് വരും. അഖ്റജ യുഹ്രിജു, അതിങ്ങനെ സർഫാക്കി പോകുമ്പോൾ ഉഖ്രിജു എന്ന് വരും. അപ്പോൾ അത് മുലാരിയാണ് നമുക്ക് മനസ്സിലാവണം. ഉഖ്രിജ മാലി മജ്ഹൂലാണ്, ഉഖ്രിജു മുലാരി മഅറൂഫാണ്. അത് കൺഫ്യൂഷൻ ആവില്ല, മാറിപ്പോയി. മാലിയാണോ ഫത്ഹിൻ്റെ മേൽ മബിനി, അവസാനം ഫത്ത് ആയിരിക്കും എപ്പോഴും. അഖ്റജ ഫത്ഹല്ലേ, നസറ ഫത്ഹല്ലേ, നുസിറ ഫത്ഹല്ലേ, ഫഅല ഫത്ഹല്ലേ, ഫുഇല ഫത്ഹല്ലേ. മജ്ഹൂലായാലും മഅറൂഫ് ആയാലും മാലി ഫത്ഹിൻ്റെ മബിനി. പക്ഷെ മുലാരി ഉണ്ടല്ലോ അത് മുഅറബാണ്. യഫ്അലു ഉണ്ടോ, ലമ്മാണ്, ലമ്മത്തോണ്ട് റഫ്. യദ്രിബു ലമ്മത്തോണ്ട് റഫ്. യുഫ്ഇലു ലമ്മത്തോണ്ട് റഫ്. യുഫഇലു ലമ്മത്തോണ്ട് റഫ്. മാലി മബിനിയാണ്. മബിനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുറബല്ല, ആമിലുകൾ വരുന്നതനുസരിച്ച് മാറ്റം വരില്ല. മുലാരി എന്താണ്? ജസ്മാവും നസ്ബാവും റഫുവാവും. ഈ ഒരു വ്യത്യാസം നമ്മൾ അതിൽ കാണണം. അപ്പോൾ മാലി ആയത് പഠിച്ചു, മുലാരിയും പഠിച്ചു. മാലി മജ്ഹൂല് പഠിച്ചു, മാലി മഅറൂഫ് പഠിച്ചു. മുലാരി മജ്ഹൂല് പഠിച്ചു, മുലാരി മഅറൂഫും പഠിച്ചു. ഈ സർഫാക്കുന്ന ഇപ്പം ഈ പറഞ്ഞാണല്ലോ, ഇതൊക്കെ ഒറ്റ മോഡലേ പറയുള്ളൂ. ബാക്കി നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ സർഫാക്കി പഠിക്കണം. ഇപ്പം യത്തബാഅദു യത്തബാഅദാനി കണ്ടോ, യത്തബാഅദ് ഇവിടെ യൻസുറു എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ യൻസുറു, ഇവിടെ യൻസുറു എന്ന് ഒന്നേ കൊടുത്തു. അപ്പോൾ ഇവിടെ യത്തബാഅദ് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് യൻസുറു യൻസുറാനി എന്നായപ്പോൾ യത്തബാഅദു യത്തബാഅദാനി എന്നാവും. പിന്നെ യൻസുറൂന എന്നായപ്പോൾ യത്തബാഅദൂന എന്നാവും. അങ്ങനെ യൻകത്തിഉ യൻകത്തിആനി യൻകത്തിഊന, വളരെ ബുദ്ധിമുട്ടില്ല. ആ അതിൻ്റെ സ്ട്രക്ചർ വരുന്ന ആ ഭാഗം എന്ത് ചെയ്താൽ മതി, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ക്ലിയറായിട്ട് നമുക്ക് അതേ രൂപത്തിൽ തന്നെ സർഫാക്കി വെക്കാൻ കഴിയും. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം പറയാം. ക്ലിയർ അല്ലേ? എവിടെ? ഓക്കെ അല്ലേ? സുഹേൽ സാറേ, റാഫിക്ക, കുറച്ച് കട്ടിയുണ്ട് പറഞ്ഞപ്പോൾ ഇത് മനസ്സിലായി, ഇത് മനസ്സിലാവാൻ കുറച്ച് കട്ടിയുണ്ട് പറയരുത്. റാഫിക്ക കുറച്ച് കട്ടി ഉണ്ടാവും അല്ലേ? കുറച്ച് കുറച്ച് കട്ടിയുണ്ട് എന്ന് പറഞ്ഞ അവിടെ. അപ്പൊ ഞാൻ പറയാതെ കുറച്ച് കട്ടിയുണ്ട്. അത് നമ്മൾ മീസാനിൽ പറഞ്ഞ തന്നെയാണ്, അതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ്. ഇത് നമ്മളൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് സർഫാക്കിയിട്ട് തന്നെ പോകണം. അല്ല, നമുക്ക് ഖുർആനിലും ഹദീസിലൊക്കെ ഉള്ള പദങ്ങൾ അത് മുലാരിയാണോ മാലിയാണോ
നമ്മൾ ആ പദത്തിൻ്റെ ഘടന മനസ്സിലാക്കി അതിൻ്റെ ഘടകം ഏതിൽ പെടുന്നതാണ്, മാദിയിലാ മുതാരിയിലാണോ എന്നൊക്കെ മനസ്സിലാക്കിയെങ്കിലല്ലേ നമുക്കതിൻ്റെ കറക്റ്റ് മീനിങ് വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഖുർആൻ കാണിക്കും. ഇത് ഓരോ ഭാഗത്തിലും നമുക്ക് എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ കാര്യങ്ങൾ കിട്ടും. അങ്ങനെ പ്രാക്ടിക്കലായിട്ട് തന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഒന്നുകൂടി എളുപ്പമാവും. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് സർഫാക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സർഫാക്കണം. അതിനൊരു കുറഞ്ഞ സമയം നമ്മളൊന്ന് മാറ്റി വെച്ചാലും നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ ഇത് നമ്മൾ മാദിയിൽ മീസാനിൽ പഠിച്ച അതേ സ്ട്രക്ചർ തന്നെ ഇവിടേക്കും അഡോപ്റ്റ് ചെയ്താൽ മതി, ഒരു പ്രശ്നമില്ല. കുറച്ച് കഴിഞ്ഞാണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞാന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ഇല്ലത്തിൻ്റെ ലെറ്ററുകൾ വരും, ഇല്ലത്തിൻ്റെ അക്ഷരം. അപ്പം ചില സ്ഥലത്ത് കളയും, ചില സ്ഥലത്ത് മറിച്ചും അങ്ങനെയൊക്കെ വരും. അപ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് കിട്ടിയെങ്കിലേ അതൊന്നുകൂടി എളുപ്പമാകും. ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പോൾ കാലയക്കൂലു എന്നാണ് വരിക, കാലയക്കൂലു. അവിടെ നിങ്ങൾ നോക്കി, ലം വരുന്ന സമയത്ത് ലം യക്കുൽ എന്നാ വരിക, ലം യക്കുൽ, ലം യക്കുൽ. നമ്മളപ്പോൾ അതിങ്ങ് നോക്കുക, എന്താ ഇപ്പോൾ ലം യക്കുൽ എന്നായത്? നസറ യൻസുർ പറയുമ്പോൾ ലം യൻസുർ എന്നല്ലേ വന്നത്, ലം യൻസുർ. ഇവിടെ എന്താ ലം യക്കുൽ, ഒരക്ഷരം എങ്ങനെ പോയത്? അപ്പം നമ്മൾ പറയും ഐന് ഫീല് ഇല്ലത്തിൻ്റെ അക്ഷരമാവുമ്പോൾ അവിടെ നമ്മൾ ലം യക്കൂൽ എന്ന് പറയേണ്ടി വരും. വാവോടെ സ്ഥിരപ്പെടുത്തുകയാണെങ്കിൽ ലം യക്കൂൽ. അറബി നിയമപ്രകാരം 2 സുക്കൂനുള്ള പദം അടുപ്പിച്ചു വന്നാൽ ഒന്നിനെ കളയണം, അത് നിയമമാണ്. അപ്പം കളയാൻ നിങ്ങൾ നോക്കും, ഓൻ പോകണമെങ്കിൽ പോയിക്കോട്ടെ, ഇല്ലത്തിൻ്റെ അക്ഷരാണ്ട് കാണുമ്പോൾ അതിനോട് കളയും. സ്വഹീഹിനെ കളയാൻ പറ്റില്ല, സ്വഹീഹിനെ അവിടെ നിർത്തണം. സ്വഹീഹ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ലെറ്റർ, വീക്ക് ലെറ്ററായ ആളെ കളയും. അപ്പം അവിടെ വാവിനെ കളഞ്ഞു. അപ്പോൾ യക്കൂൽ എന്നുള്ളത് ലം യക്കുൽ എന്നായി മാറി, ലം യക്കുൽ. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണമല്ലോ അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതിന് അസിലെങ്ങനെ വരിക എന്നുള്ളത് നമുക്ക് തിരിയണം. അതിനാണ് നമ്മൾ ഇപ്പോൾ ഈ സ്വഹീഹിൻ്റെ പറയണത്. സ്വഹീഹിൽ എങ്ങനെയാണോ വരിക? അപ്പോൾ സ്വഹീഹ് ആയ ലെറ്റർ ആയിരുന്നുവെങ്കിൽ അവിടെ കളയിലായിരുന്നു, യക്കുൽ എന്നുള്ളോട്ട് കളയിലായിരുന്നു. നമ്മൾ അതിൻ്റെ സ്വഹീഹിൻ്റെ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ അതേ നിയമങ്ങൾ ഇവിടേക്ക് വെച്ചു കൊടുക്കും. ഇല്ലത്തിൻ്റെ അക്ഷരം വരുമ്പോൾ അത് കളയും. അങ്ങനെയാണ് നമ്മളത് പോവുക. പക്ഷെ അവിടെ അത് നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭാഗം ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ ഭാഗം നമ്മൾ സർഫാക്കുന്നതും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അത് സർഫാക്കിയിട്ട് തന്നെ പോകണം. അപ്പോൾ അക്രമ യുക്രിമോ, യുക്രിമു യുക്രിമാൻ യുക്രിമൂന. നിങ്ങൾ മുജീബുന്ന് കേട്ടുപോകണം, മുജീബ് പേര്. അജാബ യുജീബു, അജാബ യുജീബു മുജീബ് എന്ന വരിക. അപ്പോൾ അജാബ യുജീബ്, അങ്ങനെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നമ്മളവിടെ മനസ്സിലാക്കുമ്പോൾ. മുജീബ് ഒരു പേരൊന്നും അത് ഇസ്മുഫായിലാണ്. അക്രമ യുക്രിമു ഇക്രാമൻ ഫഹുവ മുക്രിമുൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇസ്മുഫായിൽ. അതിൻ്റെ അജിബ്, അജിബ് നീ ഉത്തരം പറ, അതിൻ്റെ അംബർ അജിബ് എന്നാണ് വന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക, ഇതൊന്ന് സർഫാക്കി പോയി. ഇപ്പോൾ നമ്മൾക്ക് എളുപ്പമാണ്, ഒന്ന് സർഫാക്കണം. ബാക്കി നമുക്ക് അതിൻ്റെ വിഷയം നാളെ പറയാം. അവിടെ ഇതൊക്കെ നമ്മൾ ഇതിൽ പഠിച്ച തന്നെയാണ്, മീസാനിൽ പഠിച്ച തന്നെ നിങ്ങൾ കാണുന്നുണ്ടോ. ലം യൻസുർ ലം യൻസുറ ലം യൻസുറു ഉണ്ടോ. അത് പിന്നെ ഇനി ലൻ വരുമ്പോൾ നോക്കും നിങ്ങൾ, ലൻ യൻസുറ ലൻ യൻസുറ ലൻ യൻസുറു ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അംബ്ര ലിയൻസുർ ലിയൻസുറ ലിയൻസുർ, ഇതൊക്കെ എളുപ്പമാണ്, നമ്മളതിൽ പഠിച്ചു തന്നെ. ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അംബ്ര ഹാദർ വരും, പിന്നെ തൗക്കീദിന് നൂന് വരും,
തൗക്കീദിനെ നൂനാണ്ട് കഴിഞ്ഞിട്ട് ആണ് ഇസ്മു ഫായിൽ ഇസ്മു മഫൂൽ വരും. പിന്നെ നമ്മളിങ്ങനെ പോയിട്ട് മുലാഫ് ഈ ഷദ്ദുള്ളത് മദ്ദ യമുദ്ദു, പിന്നെ അങ്ങനെ പോയിട്ട് ഇനി നിൽക്കണം. ഇവിടെ എത്തിയിട്ടാണ് ഇവിടെ മൊയ്ത്തല്. ഇവിടെ കണ്ട ഇതാണ് മൊയ്ത്തല്. ഇവിടെ എത്തുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ പോകണമെങ്കിൽ ആ ഘടന നമുക്ക് കിട്ടണം. ഇവിടെ നോക്കി നിങ്ങൾ ഒറ്റൊന്ന് കാണിച്ചിട്ട് വഅദ ഫാഫീൽ മൊയ്ത്തല്ല, അതിൻ്റെ മുതാരി യഈദു എന്നാണ് വന്നത്. ഫഅല യഫ്ഇലു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ വാവ് കളഞ്ഞ് മുതാരിയിൽ കളഞ്ഞു. ഇദത്തൻ വഅദൻ ഫഹുവ വാഇദുൻ. ഉണ്ടോ സർഫാക്കണുണ്ട് അങ്ങനെ. ഇനി ഇവിടെ അപ്പുറത്ത് അജ്വഫ് ഇത് സർഫാക്കണോ നിങ്ങൾ? സാന സാന സാനു സാനത്ത് സാനത്ത സുന്ന കാല കാല കാലു കാലത്ത് കാലത്ത കുൽന സുൻത സുൻതുമാ സുൻതും സുൻതി സുൻതുമാ സുൻതുന്ന സുൻതു സുന്ന. ഇതിൻ്റെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അസിൽ ഇങ്ങനെയാണ്, അസിൽ മാറിയിട്ട് ഇങ്ങനെ വന്നു, ഇല്ലത്തിൻ്റെ അസറായതുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് പറയും. ഇവിടെ മേലെ നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാം സാന അസുലുഹു സവന കണ്ടോ, ഫഅല വസന ഫഅല അസിൽ കാണുന്നുണ്ടോ? അത് നമ്മൾ അതെങ്ങനെ ഇങ്ങനെ ആയി എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും പറയും. അപ്പോൾ അതിന് നമ്മൾ അസിൽ ഇപ്പോൾ പറയുന്ന സ്വഹീഹായ സർഫാക്കുന്ന രൂപം ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലുണ്ടാവണം. അതിനെ കുറച്ച് സമയം നമ്മൾ സർഫാക്കണം. ഇനി തീരെ സമയം നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഒരു സമയം നമുക്ക് കുറച്ച് സമയം എന്ത് ചെയ്യേണ്ടി വരും? സർഫാക്കാൻ വേണ്ടി വെക്കേണ്ടി വരും. ഇൻഷാ അല്ലാഹ്. റെഡി അല്ലേ? ഓക്കെ അല്ലേ? നന്നാ അവസാനിപ്പിക്കാം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ ഇല്ല, എന്ത് പണി ഇങ്ങനെ പോണം? ചേർന്നോ? എന്നിട്ട് എനിക്ക് വിളിച്ചപ്പോ വന്നൂല്ലേ?